നീറ്റ് 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ കെമിസ്ട്രിയിൽ എങ്ങനെയാണ് 180 ഔട്ട് ഓഫ് 180 നേടിയെടുക്കുക എന്നുള്ളതിന്റെ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കെമിസ്ട്രിയിൽ 180 ഔട്ട് ഓഫ് 180 നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യനും കറക്റ്റ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് അവിടെ എറേഴ്സിനോ അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിനോ സ്ഥാനമില്ല. ഈ 45 എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. മാക്സിമം എഫേർട്ട് ഇട്ടുണ്ടെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രിയിൽ ചില ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചില മെക്കാനിസം ഇന്റർ കണക്ട് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വിചാരിച്ച പോലെ 180 എന്ന് പറഞ്ഞ ഒരു മാർക്കിലേക്ക് എത്താൻ സാധിക്കില്ല, അല്ലെങ്കിൽ 45 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാൻ സാധിക്കില്ല. എന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറികടന്നുകൊണ്ട് എങ്ങനെ ഈ പറഞ്ഞ അൾട്ടിമേറ്റ് സ്ട്രാറ്റജിയിലേക്ക് എത്താന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ഫ്ലോലെസ് സിസ്റ്റം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് നിങ്ങൾക്ക് എക്സാം സമയത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഫുൾ മാർക്ക് വാങ്ങാൻ ഒരു സാധ്യത കെമിസ്ട്രിയിൽ കാണുന്നുണ്ട്. അത് മറ്റുള്ള സബ്ജക്റ്റുകൾ കാണാൻ സാധിക്കുന്നില്ല. ഇനി എങ്ങനെ ആ ഫ്ലോലെസ് സിസ്റ്റത്തിലേക്ക് എത്താമെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ കെമിസ്ട്രി എടുത്ത് നോക്കുന്ന സമയത്ത് ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് എന്നുള്ള രീതിയിൽ തരംതിരിക്കാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ എക്സാമിന്റെ ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ആൾക്കാർക്കും ഈക്വൽ വെയിറ്റേജ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ക്വസ്റ്റ്യനിൽ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ 3 ആൾക്കാരും എങ്ങനെയാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുക, അതിനുവേണ്ടി ഒരു 3 tier സബ്ജക്ട് മാസ്റ്റർ ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ബ്രാഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ഫിസിക്കലിന്റെ തന്നെ എടുക്കാം. ഫിസിക്കലിന്റെ കേസ് നോക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ക്ലാസ് നോട്ട്സ് പ്ലസ് NCERT ഇൻ ടെക്സ്റ്റ് ഓർ ബാക്കിലെ എക്സസൈസുകളാണ്. ഇനി അതിൽ കോർ ഫോക്കസ് കൊടുക്കേണ്ടത് ഒന്ന് ഫോർമുല ഡെറിവേഷന്, രണ്ടാമത്തെ യൂണിറ്റ് കൺവേർഷന്, മൂന്നാമത്തെ സ്പീഡ് ഡ്രിൽസിനാണ്. ഇനി എത്ര പ്രാക്ടീസ് ടാർഗറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാപ്റ്ററിൽ നിന്ന് 100 മുതൽ 120 വരെ യുണീക്ക് ആയിട്ടുള്ള MCQ ചെയ്യാൻ നോക്കുക. ഇനോർഗാനിക്കിലേക്ക് പോകുകയാണെങ്കിൽ NCERT മാത്രം മതി. അതിന് കൂടുതൽ മൊഡ്യൂൾസിലേക്കോ പ്രാക്ടീസ് ബുക്കിലേക്കോ പോകാതിരിക്കുക. അവിടെ നിങ്ങൾ ടേബിൾസ്, എക്സെപ്ഷൻസ്, കോർഡിനേഷൻ തിയറി, സോൾട്ട് അനാലിസിസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കുക. ഇനി ഒരു മിനിമം വെയിറ്റേജ് അല്ലെങ്കിൽ പ്രാക്ടീസിന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 80 to 100 യുണീക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. ഒരു മിനിമം 5 തവണയെങ്കിലും NCERT വായിക്കുക എന്നുള്ളതാണ്. ഓർഗാനിക്കിലേക്ക് പോകുകയാണെങ്കിൽ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നല്ല രീതിയിൽ പഠിച്ചെടുക്കുക. റിയാക്ഷൻ ഫ്ലോ ചാർട്ട്സും ഒപ്പം തന്നെ NCERTയിൽ ഫോക്കസ് കൊടുക്കുക. ഇനി അതേപോലെ കോർ ഫോക്കസ് കൊടുക്കേണ്ടത് റിയേജന്റ് ഫംഗ്ഷൻസ്, ഇന്റർമീഡിയറ്റ്സ്, നെയിംഡ് റിയാക്ഷൻസ് ആണ്. ഒരു 150 യൂണീക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. മെക്കാനിസം ട്രേസിംഗ്, അതായത് നിങ്ങൾ ഒരു സെയിം റിയേജന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ കണ്ടീഷൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ, പ്രഷർ കണ്ടീഷൻസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് പ്രോഡക്റ്റ് കിട്ടും. സോ അവിടെ റിയാക്ഷൻ മെക്കാനിസം വളരെ വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, മെക്കാനിസം ട്രേസിംഗ് കൂടെ അവിടെ ഫോക്കസ് കൊടുക്കുക. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ആൾക്കാർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിസിക്കൽ കെമിസ്ട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് ഫോർമുല ആൻഡ് ഡയമെൻഷൻ ഷീറ്റ് ആണ്. അത് ആദ്യം മുതൽ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുന്ന മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇനി അതേപോലെ തന്നെ 2 പാർട്സ് പ്രോബ്ലം സോൾവിംഗ് ഉണ്ട്. ഫിസിക്കൽ കെമിസ്ട്രി മാസ്റ്ററിക്ക് വേണ്ടി നമുക്ക് 2 പാർട്സ് പ്രോബ്ലം സോൾവിംഗ് വേണം. അതായത് റൗണ്ട് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈം ഓറിയന്റഡ് അല്ല. നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, ഫോക്കസ് ഓൺ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ. നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, കോൺസെപ്റ്റ് തറായിട്ട് പഠിക്കുക. തുടക്കത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. നിങ്ങളുടെ മുന്നിൽ കുറച്ച് സമയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സബ്ജക്ട് കോൺസെപ്റ്റ് പഠിക്കാൻ നോക്കുക. റൗണ്ട് 2 എന്ന് പറഞ്ഞാൽ 45 ക്വസ്റ്റ്യൻ ഇൻ 40 മിനിറ്റ്സ് എത്തുന്ന രീതിയിലായിരിക്കണം. ടൈം ഓറിയന്റഡ് ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആക്കി വെക്കുക. യുണീക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് എന്ത് ചെയ്യണം, ഒരു ടൈമർ വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അങ്ങനെ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് 40 മിനിറ്റിൽ 45 ക്വസ്റ്റ്യൻ എത്തുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കണം ഫിസിക്കൽ കെമിസ്ട്രി. ഇനി നമുക്ക് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ കേസിലേക്ക് പോകുകയാണെങ്കിൽ 3 കാര്യങ്ങളാണ് നോക്കാനുള്ളത്. NCERT ലൈൻ ബൈ ലൈൻ ഡൈസെക്ഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് മാക്സിമം തവണ റിവൈസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ടേബിൾ ആൻഡ് ഫിഗർ നോട്ട്ബുക്ക്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേബിൾസ്, എക്സെപ്ഷൻസ്, ഫിഗേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള ഫിസിക്കൽ കെമിസ്ട്രിക്ക് നമ്മളൊരു ഫോർമുല നോട്ട്ബുക്ക് പറഞ്ഞ പോലെ തന്നെ ഇതിന് വേണ്ടി നമുക്കൊരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനോർഗാനിക് പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽ കെമിസ്ട്രിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇനി ഓർഗാനിക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആദ്യം നോക്കേണ്ടത് മാസ്റ്റർ ദ ട്രയാഡ് ഫസ്റ്റ് ആണ്. ഏതൊക്കെയാണ് ട്രയാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇലക്ട്രോണിക് എഫക്ട്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഫക്ട്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് ആണ്. ആൻഡ് മൂന്നാമത്തെ ഫണ്ടമെന്റൽ മെക്കാനിസംസ് ആണ്. സോ റിയാക്ഷൻ മെക്കാനിസത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യം ഈ 3 ആൾക്കാർ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ആൻഡ് നിങ്ങൾ നോക്കുന്ന സമയത്ത് റോഡ് മാപ്പ് അല്ലെങ്കിൽ റിയാക്ഷൻ ചാർട്ട്സിനും എന്ത് വരുന്നുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിന്റെ കേസിൽ വളരെ 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 ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സോ ഈ രീതിയിലായിരിക്കും ആദ്യം സ്ട്രാറ്റജി. സോ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ദ ട്രയാഡ്സ് എന്ത് ചെയ്യണം, ഫസ്റ്റ് അത് തീർക്കണം. അതിനുശേഷം റോഡ് മാപ്പ് അല്ലെങ്കിൽ റിയാക്ഷൻ ചാർട്ട്സ്. അതായത് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിന്റെ കേസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ആൽഡിഹൈഡിൽ ഒരു റിയാക്ഷൻ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ്. ആദ്യം നമ്മൾക്ക് നല്ല രീതിയിൽ GOC പഠിക്കുന്നു, പിന്നെ ഹൈഡ്രോകാർബണിലേക്ക് പോകുന്നു, പിന്നെ ഹാലോ ആൽക്കൈൻ പഠിക്കുന്നു, പിന്നെ ആൽക്കഹോൾ, പിന്നെ ആൽഡിഹൈഡ്. ആ രീതിയിൽ അതായത് ചിലപ്പോൾ ആൽഡിഹൈഡിൽ വരുന്ന ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്ന രീതിയിൽ കറക്റ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കേണ്ട എസെൻഷ്യൽ റീസോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൻ ഫോക്കസ് എപ്പോഴും NCERTയിലായിരിക്കണം. ഈവൻ ഫിസിക്കലിന് വരെ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NCERTക്ക് ആയിരിക്കണം. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അതർ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ ബാങ്ക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അത് നീറ്റിന്റെ മാത്രമല്ല, നിങ്ങൾക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഒരു നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് JEE മെയിൻസിന്റെ ഒരു 2020 ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മാസ്റ്റർ ദി NCERT നല്ല രീതിയിൽ വായിക്കുക. അതായത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക.
മാസ്റ്റർ ദി NCERT എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എസ്പെഷ്യലി ബയോളജി ആൻഡ് അതേപോലെ മാസ്റ്റർ ദി NCERT നോക്കാൻ നോക്കുക. നിങ്ങൾ ഇനോർഗാനിക് ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ പാരഗ്രാഫ് വായിക്കുക ആൻഡ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് NCERT എക്സാംപിൾ. സോ ഈ രീതിയിലാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു 3 ട്രാപ്പ് ഷുഡ് അവോയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേത് കാൽക്കുലേറ്റർ ഹാബിറ്റ് ആണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ടെൻഡൻസി ഉണ്ടാവും 12th കഴിഞ്ഞ് വന്നതുകൊണ്ട് ആ ഹാബിറ്റ് കംപ്ലീറ്റ്ലി മാറ്റുക. കംപ്ലീറ്റ്ലി മൈൻഡ് കാൽക്കുലേഷന് വേണ്ടി കൊടുക്കുക. അതേപോലെ തന്നെ ഇഗ്നോറിംഗ് NCERT ഇനോർഗാനിക് കെമിസ്ട്രി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രിന്റെ കേസിൽ NCERT ഈസ് ഇനഫ്. എന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല, അത് മൈൻഡ് ചെയ്യില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇനോർഗാനിക് ആണെങ്കിൽ NCERT ഈസ് ഇനഫ്. അതേപോലെ തന്നെ പാസീവ് റീഡിംഗ് ആൻഡ് ആക്റ്റീവ് റീകോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. ആക്റ്റീവ് റീകോളിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഇനോർഗാനിക്കിന്റെയോ അല്ലെങ്കിൽ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിനോ അല്ലെങ്കിൽ നെയിം റിയാക്ഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കാര്യങ്ങൾ മറന്നു പോകുന്നതാണ്. സോ ആക്റ്റീവ് റീകോളിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. നിങ്ങളൊരു 180 ഔട്ട് ഓഫ് 180 നേടാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ കമന്റിൽ പോയിട്ട് 180 എന്ന് ടൈപ്പ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്, സ്റ്റാർട്ട് ഹസ്ലിംഗ്.